പൊന്നാനിയിൽ എം സ്വരാജ് ഒരു പക്ഷേ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. സ്വരാജിനെ കളത്തിലിറക്കാൻ CPM ആലോചന നടക്കുകയാണ്. പി നന്ദകുമാറാണ് നിലവിൽ അവിടുത്തെ MLA. നന്ദകുമാറിന് ഇത്തവണ സീറ്റ് നൽകിയില്ലെങ്കിൽ പകരം സ്വരാജിനെ മത്സരിപ്പിച്ചേക്കും. മലപ്പുറം ജില്ലയിൽ CPM ഏറ്റവും വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പൊന്നാനി എന്ന പ്രത്യേകതയുമുണ്ട്. കാരണം പൊന്നാനി പൊതുവിൽ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. 2006 മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. പി നന്ദകുമാർ ഒരു ടേം മാത്രമാണ് MLA ആയിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുക എന്നൊരു വെല്ലുവിളിയുണ്ട്. പക്ഷേ സ്വരാജിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ ആവാം ഒരു പക്ഷേ CPM ആലോചിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ ഏത് രീതിയിലെന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. CB അനുമോദ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇക്കാര്യത്തിൽ എം സ്വരാജ് എന്ന പേര് സ്വാഭാവികമാണ്. സ്വരാജിന് ഒരു പരിഗണന കിട്ടേണ്ടതാണ്. സ്വരാജിനെ മത്സരിപ്പിക്കാം. പക്ഷേ നന്ദകുമാറിന് ഒരു ടേം മാത്രമേ ആയിട്ടുള്ളൂ. 2 ടേമും കിട്ടിയവരെയും വീണ്ടും തുടരുക എന്ന തീരുമാനത്തിലേക്ക് ഇത്തവണ CPM വരുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഒരു ടേമായ ഒരു വ്യക്തിയെ മാറ്റിയാൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമോ? അത്തരമൊരു ഭയമുണ്ടോ ഈ ആലോചനയ്ക്ക്? സജിത്ത്, പൊന്നാനി മണ്ഡലം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ശക്തമായ ഒരു കോട്ട തന്നെയാണ്. അവരെ സംബന്ധിച്ച് ഏത് കൊടുങ്കാറ്റിലും തകരാത്ത ഒരിടം. അതായത് 2016 മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടി വരുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. ഇത്തവണത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പി നന്ദകുമാർ കഴിഞ്ഞ തവണ ആദ്യമായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം 17,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. 5 വർഷം നല്ല രീതിയിലുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് സൂചനകളും ലഭിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിക്ക് മുമ്പിൽ മാറ്റണോ വേണ്ടയോ എന്നുള്ളതാണ് പാർട്ടിക്ക് മുമ്പിൽ ചോദ്യം ഉയരുന്നത്. മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ട് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാനാകില്ല. സ്വാഭാവികമായിട്ടും ഇത് സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത്. മറുവശത്ത് നോക്കുമ്പോൾ എം സ്വരാജിനെ പോലെ മികച്ച ഒരു യുവ നേതാവ്, അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ പൊന്നാനിയിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ഇവിടെ നേതൃത്വം ചെയ്തിരിക്കുന്നത്. എം സ്വരാജ് മത്സരിക്കാൻ തയ്യാറായാൽ നന്ദകുമാറിന് ഒരു ടേം നൽകേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും സ്വരാജ് തന്നെയായിരിക്കും പൊന്നാനിയിൽ വരിക. മറ്റു ചില ചർച്ചകളും നടക്കുന്നുണ്ട്. അത് മന്ത്രി വി അബ്ദുറഹ്മാനെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവിടെ നന്ദകുമാർ മത്സരിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ സ്വരാജ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്ന തരത്തിൽ തന്നെയാണ് സാഹചര്യങ്ങൾ ഇപ്പോഴുള്ളത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമായി നടക്കുന്നുണ്ട്. മറുവശത്ത് UDF-ന്റെ ഭാഗത്ത് നിന്ന് KP നൗഷാദ് അലി UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു യുവ നേതാവിനെ തന്നെ കൊണ്ടുവന്ന് ഈ ഒരു പൊന്നാനി മണ്ഡലം